everyone, welcome back to my YouTube channel. So ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഫ്യൂച്ചറിന് ചിന്തിച്ച് ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങൾ, അതേപോലെ മൈ ഫ്യൂച്ചർ പ്ലാൻസ്, പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ എൻ്റെ അമ്മയും അച്ഛനും എന്നോട് പറയായിരുന്നു, നീ സിവിൽ സർവീസ് ആവും, നീ സിവിൽ സർവീസ് എഴുതണം, നീ ഒരു IAS ആവും, കളക്ടർ ആവും എന്ന് എന്നോട് പറയായിരുന്നു. അപ്പോഴൊക്കെ ഇത് ഞാൻ 6th സ്റ്റാൻഡേർഡ് 5th ആ ടൈം മുതൽ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ വേറെ ചിന്തിക്കാനുണ്ട്. എൻ്റെ മൈൻഡിൽ എന്താ, ഇവർ പറയുന്നുണ്ടല്ലോ എളുപ്പമായിരിക്കും, എഴുതി തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് അങ്ങോട്ട് കിട്ടും, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ക്രാഷ് കോഴ്സ് ഒക്കെ എടുക്കുമായിരുന്നു സിവിൽ സർവീസിൻ്റെ. ആലോചിക്കണം, 7th സ്റ്റാൻഡേർഡ് മുതൽ. അപ്പം IASന്റെ ഫുൾ ഫോം പോലും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ സിവിൽ സർവീസ് അല്ലേ, കിട്ടും, കുറേ ആൾക്കാർ എഴുതുന്നുണ്ട്, കുറേ ആൾക്കാർ കിട്ടുന്നതായിരുന്നു എൻ്റെ മൈൻഡിലുള്ളത്. അങ്ങനെ 7th ഞാൻ പോയിട്ടുണ്ട്, 9th ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ 7th 8th 9th 10th എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 94% ഉണ്ടായിരുന്നു. അപ്പോൾ സിവിൽ സർവീസ് എക്സാം എഴുതാൻ ആകെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 50% പ്ലസ് മാർക്ക് വേണം, അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10th കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു എന്താ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഹ്യൂമാനിറ്റീസ്, കാരണം എനിക്ക് സയൻസ് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് സോഷ്യൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞു ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് എടുത്ത് ഞാൻ അടിപൊളി +1 +2 2 കൊല്ലം. അപ്പോഴൊക്കെ എന്നോട് ആര് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിവിൽ സർവീസ്, വിത്തൗട്ട് ഡൗട്ട് ഞാൻ പറയും സിവിൽ സർവീസ്, IAS ആണ്, എനിക്ക് കളക്ടർ ആവണം ഞാൻ പറയായിരുന്നു. അങ്ങനെ +1 +2 നല്ല മാർക്കോടെ 91.2 സംതിങ് മാർക്കോടെ ഞാൻ പാസ്സായി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഗ്രി. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, മോളെ ഇത് മറ്റേ ഒരു സിനിമയിലല്ലേ, മക്കളെ കുട്ടാ നീ കൊല്ലത്ത് കല്യാണം കഴിക്കുക, അതേപോലെയാണ്. അമ്മ പറഞ്ഞു മോളെ നീ എന്താ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ചെയ്യണമേ. ഡിഗ്രി കഴിഞ്ഞിട്ട് അമ്മാൻ്റെ ഡിഗ്രി പ്ലസ് സിവിൽ സർവീസ് കോച്ചിങ് കുറേ സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഡൽഹി ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ മമ്മി, ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ഈ വിപ്ലവമുള്ള കോളേജുകൾ അത് മൈൻഡ് വെച്ച് എൻ്റെ കോളേജ് ലൈഫ് അങ്ങനെയായിരിക്കും എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആക്കിയ കോളേജ് ലൈഫ് കൊടിപാറും കോളേജ് പ്രണയം അങ്ങനെയൊക്കെ വിചാരിച്ചു. എൻ്റെ വലിയ ഇല്ല അമ്മ, എന്തായാലും ഡിഗ്രി കഴിഞ്ഞാൽ പഠിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഡിഗ്രി നല്ലൊരു തലതെറിച്ച കോളേജിൽ പോയിട്ട് അടിച്ച് പൊടിക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഓക്കെ. അങ്ങനെ എനിക്ക് നല്ല അടിപൊളി മെറിറ്റ് സീറ്റിൽ ശ്രീനാരായണ ഗുരു കോളേജ് ചേലന്നൂർ കാലിക്കറ്റിൽ കിട്ടി. അതല്ലാണ്ട് എനിക്ക് പുറത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല, കാരണം എനിക്ക് വേറെയും പല കാരണങ്ങളുണ്ടായിരുന്നു SNGയിൽ ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ SNGയിൽ ഞാൻ ചേർന്ന് BA എക്കണോമിക്സ് ആണ് എടുത്തത്. 3 കൊല്ലം നല്ലോണം ഉഴപ്പി അടിപൊളിയാക്കി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്ന സമയത്ത് എല്ലാവരും മടുത്തു, ഒന്നും ചെയ്യാനില്ല, നാട് നീണ്ട ഡിപ്രഷൻ, അങ്ങനത്തെ അവസ്ഥയായല്ലോ. എനിക്കും അങ്ങനെ തന്നെ. അപ്പം എൻ്റെ മൈൻഡിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, കാരണം എനിക്ക് എല്ലാവരും ഹോം ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങി, ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേ പറ്റൂ, ആ ഒരു മൈൻഡായി. അങ്ങനെ ഇരിക്കെ അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ സ്റ്റോറി ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാനൊരു അവിടെ കെയർ ചെയ്ത് വീഡിയോ പ്രസൻറ്റർ ആയിട്ടാണ്. പിന്നീട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങി. ഒരു 2 ഇയേഴ്സോളം അവിടുത്തെ കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ട്രസ്റ്റ് മീ ഓൺ ദിസ്. കാരണം അത്രയും എക്സ്പീരിയൻസ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ ചെയ്യാൻ പഠിച്ചത് അവിടെ നിന്നാണ്. പ്രസൻറ്റേഷൻ, ക്രിയേഷൻ എങ്ങനെയാണ്, ഡയറക്ഷൻ എങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ 2 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എല്ലാവരും, ഇത് ഒരു ഫണ്ണി സ്റ്റോറിയാണ്, ഡിഗ്രി ഞങ്ങൾക്ക് മാർച്ചിലാണ് കഴിഞ്ഞത്. 2022 മാർച്ചിലാണ് കഴിഞ്ഞത് ഡിഗ്രി. അപ്പം 22 മാർച്ചിൽ ഡിഗ്രി കഴിഞ്ഞു. മാർച്ച് 15-ാം തീയതി ഞങ്ങൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയാം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ, എനിക്കറിയാടാ ഞാൻ UPSC കോച്ചിങ്ങിന് പോവാണ് ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ പറഞ്ഞു. അത്ര അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. UPSCയിൽ എന്തൊക്കെ സിലബസ് വരുന്നു പോലും ഞാൻ അപ്പോൾ ആലോചിക്കുന്നില്ല. അത് ചെറിയൊരു കുട്ടിയല്ല, 21 വയസ്സുള്ളൊരു കുട്ടിയാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിക്കണം, 20 വയസ്സുള്ളൊരു കുട്ടിയാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ എൻ്റെ വൈവ മാർച്ച് 23-നായിരുന്നു. മാർച്ച് 25-ന് ഞാൻ ബാഗ് പാക്ക് ചെയ്തു, ബാംഗ്ലൂർക്ക് വിട്ടു. അങ്ങനെ മാർച്ച് 25-ാം തീയതി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വിട്ടു ബാംഗ്ലൂരിലേക്ക്.
ബാംഗ്ലൂർ പോയി ലെഗസി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു UPSC കോച്ചിങ്ങിന്. അങ്ങനെ എനിക്ക് ഒരു ടെൻഷനും ഒന്നുമില്ല. എൻ്റെ മൈൻഡിൽ എൻ്റെ ലൈഫ് സെറ്റാണ്. UPSC എഴുതുക, എക്സാം എഴുതുക, ജോലി ഇട്ട് കയറുക, അത്ര എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കഫേയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ട് അസൂയ തോന്നിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു, നിനക്ക് ഒന്നും ചിന്തിക്കാനില്ല, എൻ്റെ ലൈഫ് സെറ്റല്ലേ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ മൈൻഡിൽ എൻ്റെ ലൈഫ് സെറ്റാണ്, എനിക്കൊന്നും ചിന്തിക്കാനില്ല എന്നായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ എത്തി അമ്മ എന്നെ അവിടെ ആക്കി പോയി. ഞാനവിടെ PG ജോയിൻ ചെയ്തു. PG അപ്പോൾ ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ നമ്മൾ എന്തിനാ പോവുക, ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോകും. ഞാൻ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോയി. അപ്പം ഞാൻ ഒറ്റൊരു മലയാളി മാത്രമാണ് ആ ക്ലാസ്സിൽ വന്നിട്ട് ഫറൂഖ് കരുതി. ഞാൻ അവളെ കണ്ട് പരിചയപ്പെട്ടു. ഓറിയൻറ്റേഷൻ ക്ലാസ്സിനിരുന്നു. 1.5 മണിക്കൂർ ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിനിരുന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ വന്നതായിരുന്നു എന്ന്. കാരണം ഇറ്റ് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് മീ. അവർ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെയാണ് സിലബസ്, ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് സ്കെഡ്യൂൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഒരു 3 lakhsോളം 2 lakh സംതിങ് ഫീസ് അടച്ചു. അതവിടെ നിൽക്കട്ടെ, അത്ര ഫീസ് അടച്ചു. അപ്പം ഞാൻ ആലോചിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ വീട്ടിൽ വിളിച്ചത്, എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ. അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കൂളായിരുന്നു. ഞാൻ തിരിച്ചു പോയി. ഒരു 1 monthോളം ഞാൻ കാഷ്വലായിട്ട് ക്ലാസ്സിൽ പോയി. ഞങ്ങൾക്ക് ക്ലാസ് 7:30 ആയിരുന്നു മോർണിംഗ്. 7:30 to 9:30 ഫസ്റ്റ് സെഷൻ, പിന്നെ 11:30 അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ക്ലാസ്സിന് പോകും വരും. അപ്പോഴൊക്കെ എനിക്കറിയാം ഐ കാൻ ഡൂ ദിസ്. കാരണം ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ലൈക്ക് എൻസൈക്ലോപീഡിയ. സർ ഫസ്റ്റ് ടൈം പറയുന്ന കാര്യങ്ങൾ ഇവർ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ഓരോ പ്രാവശ്യം എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. കാരണം എന്നെക്കൊണ്ടത് പറ്റുന്നില്ല. എൻ്റെ മൈൻഡിൽ എന്താ, എനിക്ക് +2 10th 94 ഉണ്ടായിരുന്നു, +2 90 ഉണ്ടായിരുന്നു. ഐ ക്യാൻ ഡൂ ദിസ്, ലൈക്ക് ഐ ആം ബ്രില്യൻറ്റ്. ഞാൻ ഒന്നുമല്ല, എനിക്ക് അന്ന് മനസ്സിലായി. നമ്മുടെ കടലിൽ തിമീങ്കാലങ്ങളുടെ ഇടയ്ക്ക് ഞാനൊരു കൊഞ്ച് പോലും അല്ല, എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ 1 month കഴിഞ്ഞു, 2 month കഴിഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡെയിലി 10 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട്, 14 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട്, 15 എൻ്റെ മാക്സിമം ഒരു ഡെയിലി ഞാൻ പഠിച്ചത്. ഞാൻ ട്രൈ ചെയ്തില്ല എന്ന് ആരും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. 3 മാസം ഞാൻ പിടിച്ചിരുന്നു. 4ാമത്തെ മാസമായപ്പം ഐ കുഡ്ന്റ് ഡൂ ദിസ്. എൻ്റെ ആകെയുള്ള മരുഭൂമിയിൽ പച്ചപ്പ് എന്ന് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു അവിടെ ഉള്ളത്. അവൾ കോഴ്സ് കഴിഞ്ഞ് പോയി. അവൾ വേറൊരു കോഴ്സ് ആയിരുന്നു. അവൾ കോഴ്സ് കഴിഞ്ഞ് പോയപ്പം എനിക്കിനി ഒന്നും ചെയ്യാനില്ല. സോ ഞാൻ മെല്ലെ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായി. ഐ വാസ് ഡിപ്രസ്ഡ്, ആങ്സൈറ്റി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഒരു ദിവസം രാത്രി എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏച്ചിനെ ഞാൻ വിളിച്ചു, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏച്ചി പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, ബസ് കയറി പോരെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി അത്രയും തകർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. കാരണം അത്രയും സന്തോഷം, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ എട്ടുന്ന ഒരു റൂമിലേക്ക് പോയി കിടന്ന് 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുക പറ്റിയില്ല. എനിക്ക് അത്രയും ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ, അത്രയും ഫ്രണ്ട്സ്, അത്രയും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സ്റ്റഡി. ദാറ്റ് ഫോർ എ കോഴ്സ് ഐ ഡോണ്ട് ഈവൻ ലൈക്ക്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ ചെയ്യും, ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഞാൻ ചെയ്തത്. അപ്പം അതെനിക്ക് തീരെ പറ്റിയില്ല. അങ്ങനെ ഞാൻ രാത്രി 9 മണിക്ക് PG ഇറങ്ങി. കുറേ ബാഗിലൊക്കെ എന്തൊക്കെയോ വാരിയിട്ടു. നമ്മൾ സിനിമയിലൊക്കെ കാണില്ല, അതുപോലെ ആയിരുന്നു. ഞാൻ ബാഗ് എടുത്തു, എന്തൊക്കെയോ വാരിയിട്ടു, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാഗ് പാക്ക് ചെയ്തു. ഞാൻ സ്റ്റേഷനിലേക്ക് പോയി, ഊബറൊക്കെ വിളിച്ച് സ്റ്റേഷനിലെത്തി. അപ്പം ഞാൻ ആരൊക്കെയപ്പം എനിക്ക് ബസ്സില്ല. അങ്ങനെ ഞാൻ KSRTC കയറി. അവിടെ നിന്ന് KSRTC ഞാൻ ആദ്യമായിട്ടാണ് KSRTC അവിടെ നിന്ന് കയറുന്നത്. കയറി ഞാൻ നാട്ടിലെത്തിയത് പുലർച്ചെ ഒരു 5 മണിക്കായപ്പോഴാണ്. ഞാൻ നാട്ടിലെത്തി, ബെല്ലടിച്ചു. അപ്പം അമ്മ ഒന്ന് വാലിൽ തുറന്നിട്ട് അമ്മ ഇങ്ങനെ നിന്നു. അമ്മ ഒന്നും പറഞ്ഞില്ല. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല വരുന്നത്, ചേച്ചിനോടാണ് പറഞ്ഞത്. ചേച്ചി അമ്മയോട് പറഞ്ഞിട്ടില്ല. വാലിൽ തുറന്നു. ഷീ വാസ് ലൈക്ക്, നീ എന്താ അവിടെ, വാ കയറി. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി. അപ്പം നാട്ടിൽ നിന്ന് പോകുമ്പം 45 കിലോ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയ 38 കിലോ ആയിരുന്നുള്ളത്. അപ്പം എന്നെ കണ്ടാൽ തന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഷീ ഈസ് നോട്ട് ഓക്കെ. അമ്മ എന്നോടൊന്നും ചോദിച്ചില്ല. ഫസ്റ്റ് ഡേ ഒന്നും ചോദിച്ചില്ല, സെക്കൻഡ് ഡേ ഒന്നും ചോദിച്ചില്ല. ഐ വാസ് സിറ്റിംഗ് ലൈക്ക് ദിസ്. ഞാനിങ്ങനെ ഫുൾ ഡേ സോഫയിൽ ഇങ്ങനെ ഇരിക്കും. എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഐ എം സോ ഡിപ്രസ്ഡ്. കാരണം എൻ്റെ ഫ്യൂച്ചർ ഞാൻ കൊളാക്കി. ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഫ്യൂച്ചർ ഞാൻ കൊളാക്കി എന്നുള്ള സാധനം. ഞാൻ ഇങ്ങനെ ഇരിക്കും ഒരു ഫുൾ ഡേ ബെഡിൽ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ എന്നോട് വന്ന് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പം ഞാൻ പൊട്ടി. അമ്മ എന്നെ കൊണ്ട് പറ്റൂല, അമ്മ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അമ്മ ഞാൻ കരച്ചിലൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 1 ഇയറോളം ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. തെറാപ്പി, സൈക്കാട്രി, സൈക്കോളജി തെറാപ്പി ഒക്കെ 1 ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ ചെയ്തില്ല.
അങ്ങനെ 1 ഇയറോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇംഗ്ലീഷ് കഫേയിലേക്ക് പോയി. കാരണം ദാറ്റ് വാസ് മൈ കംഫർട്ട് സോൺ. ഇപ്പോഴും ഞാൻ പറയും ദോസ് ഗായ്സ് ആർ മൈ കംഫർട്ട് സോൺ. അങ്ങനെ ഞാൻ 4 മാസം ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് ഇംഗ്ലീഷ് കഫേയിൽ പോയി. അപ്പോഴാണ് ഞാൻ പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സമയത്താണ് എൻ്റെ മൈൻഡിൽ ഞാൻ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങിയത്, ഓക്കെ UPSC അല്ല എൻ്റെ പാത്ത്, വേറെ എന്താണ്. അപ്പം എൻ്റെ മൈൻഡിൽ വന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഈ നമ്മൾ വീണു പൊന്തി ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മൈൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഐഡിയ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര ഫേമസ് ആയിട്ടില്ല. അറിയാം ആൾക്കാർക്ക്, പക്ഷെ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല, ഇത്ര ഫേമസ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ എനിക്ക് അറിയായിരുന്നു, ഓക്കെ എനിക്കിത് ചെയ്താൽ മതി. എനിക്ക് മീഡിയ ഫീൽഡാണ് എനിക്ക് നിൽക്കേണ്ടത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അല്ല, എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറയാണ് നിൽക്കേണ്ടത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, എല്ലാവരും ചോദിക്കും അഭിനയിക്കാൻ ഇഷ്ടമാണോ, അങ്ങനെയാണ് ഇങ്ങനെ. അല്ല, എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കണം. ഐ വോണ്ട് ടു ബി ദ ബ്രെയിൻസ് ഓഫ് ദാറ്റ് സർട്ടൻ പ്രോജക്റ്റ്. അതാണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഫേസ് അല്ല, എനിക്ക് അതിൻ്റെ ബ്രെയിൻ ആണ് ആവേണ്ടത്. ഞാൻ എപ്പോഴും പറയും, എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. അങ്ങനെ കഫേയിൽ 1 ഇയർ വർക്ക് ചെയ്തു. 1 ഇയർ വർക്ക് ചെയ്തപ്പം വീട്ടുകാർ കുറച്ച് വിരുദ്ധങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം ഡിഗ്രി മാത്രമേ ഉള്ളൂ, എൻ്റെ PG ചെയ്തതാണ്. അപ്പം ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഇത് കണക്കിലെടുത്തിട്ട് ഞാൻ PG ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ PG ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് 1 ഇയർ ഗ്യാപ്പ് വന്നു കേട്ടോ. അപ്പോൾ PG ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്തൊക്കെ വേണം എന്നാലോചിച്ച് എനിക്ക് അപ്പോഴേ ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല, ഞാൻ ഒട്ടും ചെയ്തില്ല. എൻ്റെ മൈൻഡിൽ എന്താ, ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട്, എനിക്കിത് മതി, അത് എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ അമ്മയോടൊക്കെ ഞാൻ പറയുന്നത്, അമ്മ എന്താ പറയുന്നത്, ഞാൻ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആവും. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പറയായിരുന്നു. അങ്ങനെ ഞാൻ PGക്ക് കയറിയപ്പം എനിക്ക് ഇംഗ്ലീഷ് കഫേയിൽ റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ PG മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. കുറച്ച് നേരം കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യും, അല്ലാണ്ട് പ്രസൻറ്റേഷൻ ബോർഡ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പം PG കഴിയാനായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു റിയാലിറ്റി ചെക്ക് വരുമല്ലോ. ഇത് വരുന്ന സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ CV ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ പറയും, എന്താണ് എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലടാ, എനിക്ക് 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ എന്ത് പഠിക്കാനാ, എനിക്ക് എവിടെ അപ്ലൈ ചെയ്താലും കിട്ടും. എനിക്ക് ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ CV പ്രിപ്പയർ ചെയ്തു, അല്ല അടിപൊളി ഒരു CV ഞാൻ പ്രിപ്പയർ ചെയ്തു. 4+ year എക്സ്പീരിയൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് CV ക്രിയേറ്റ് ചെയ്തു. ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തു, ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്തു. ജോബ്സിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 1 അപ്ലൈ ചെയ്തു, 2 അപ്ലൈ ചെയ്തു, 3, 5, 10, 20, 30 ജോബ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എനിക്ക് എന്നെന്താരും വിളിക്കാത്ത, ഒരു കോൾ പോലും എനിക്ക് വരുന്നില്ല. അപ്പോൾ എന്നെന്താരും വിളിക്കാത്തതെന്നായി ഇപ്പോൾ എൻ്റെ അപ്പോഴും എൻ്റെ മൈൻഡിൽ എന്താ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ ബ്രില്യൻറ്റ്, ലൈക്ക് ഐ ക്യാൻ. ഇപ്പോൾ ഒരു ടോപ്പിക് പറഞ്ഞാൽ എനിക്കൊരു കോണ്ടന്റ് ഉണ്ടാക്കി തരാൻ പറ്റും, എനിക്ക് ഡയറക്റ്റ് തരാൻ പറ്റും. എൻ്റെ അഹങ്കാരം അതായിരുന്നു. പക്ഷേ എനിക്കൊരു റിയാലിറ്റി ചെക്ക് അടിച്ചു, ദിസ് ഈസ് നോട്ട് വാട്ട് ദ റിയൽ വേൾഡ് വാണ്ട്സ് എന്നുള്ള സാധനം. അങ്ങനെ ഓക്കെ, അങ്ങനെ എനിക്ക് ഫസ്റ്റ് കോൾ വന്നു. എനിക്ക് ഫസ്റ്റ് കോൾ വന്നത് ഒരു ഫ്യൂ വീക്സ് ആയിട്ടുള്ളൂ. ബാംഗ്ലൂർ ഒരു ആർക്കിടെക്ചർ ഫേമിൽ നിന്ന് കോൾ വന്നു. ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ഓക്കെ, എൻ്റെ ഫസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തു. കോളാവുമെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു. അപ്പം എനിക്ക് നെക്സ്റ്റ് റിയാലിറ്റി ചെക്ക് അവരെന്നോട് ചോദിച്ചു, യു ഹാവ് എ 4+ year എക്സ്പീരിയൻസ്, പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബിന് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് പോരാ, അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ശരിയാണ്, എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ അല്ല ഫ്യൂച്ചറാക്കി എടുക്കാൻ താല്പര്യം. പിന്നെ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്താക്കാനാണ്, ഒന്നും ചെയ്യാനില്ല. എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്, അതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു, കോണ്ടന്റ് ക്രിയേഷൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് പിന്നെയും റിയാലിറ്റി ചെക്സിൻ്റെ ഒരു സാധനം വരികയാണ്. അങ്ങനെ എനിക്ക് വീണ്ടും ടെൻഷൻ ആവാൻ തുടങ്ങി. ഒരു സമയത്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ഓക്കെ മൈ ഫ്യൂച്ചർ ഇസ് സെറ്റ്, PG കഴിഞ്ഞാൽ PGൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എവിടെ വേണമെങ്കിൽ ജോലി കിട്ടുക. എനിക്ക് ബാംഗ്ലൂർ സെറ്റിൽ ആവാനാണ് താല്പര്യം. ഞാൻ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ആയിരിക്കും, ലൈഫ് സെറ്റ്. 25 ആകുമ്പോഴേക്കും ലൈഫ് സെറ്റ് ആയിരിക്കും. നൗ ഐ എം 23. അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ PG ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് കഴിയും. അപ്പം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നു, ദർ ഇസ് നോ ലീഡ്. ഞാൻ 2 മാസം ആയിട്ടേ ഉള്ളൂ, കൊല്ലങ്ങളായിട്ട് ജോലി തരുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ 2 മാസം ആയിട്ടേ ഉള്ളൂ. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ വാസ് ലൈക്ക്, എനിക്ക് കിട്ടൂല, എൻ്റെ പ്ലാൻ ഫുൾ പോയി, ഇനി ഞാൻ അടുത്ത പ്ലാൻ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഐ എം എ വെരി ലക്കി പേഴ്സൺ. എൻ്റെ ചുറ്റും ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, എന്താ പറയുക, കോഴ്സ് ചെയ്യാൻ പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കോഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കോഴ്സ് അന്വേഷിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം 6 മാസത്തെ കോഴ്സ്, 5-6 മാസത്തെ കോഴ്സ്, 30,000, 40,000, 50,000
ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഡൂ ദാറ്റ്. കാരണം PG ഞാൻ പൈസ കൊടുത്ത് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇനി പൈസ കൊടുക്കണ്ട, എനിക്ക് ഇനി വീട്ടുകാരെ പൈസ ചിലവാക്കണ്ട, വേറെ എന്ത് ചെയ്യും. വേറെ ഓൺലൈനിൽ കോഴ്സസ് ഉണ്ടാവും, അതായത് യൂഡമി അല്ലെങ്കിൽ കോഴ്സറ പോലത്തെ ആപ്സിൽ കോഴ്സുകൾ ഉണ്ടാവും. ഓൺലൈൻ കോഴ്സ് ഉണ്ടാവും, അത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം എൻ്റെ പ്ലാൻ അതാണ്. ഞാൻ കുറച്ച് 3-4 കോഴ്സസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PG കഴിഞ്ഞ ഉടനെ തന്നെ, ഫ്രീ ആയ ഉടനെ തന്നെ 1-2 ആഴ്ചക്കുള്ളിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ CV അപ്ഡേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം എന്നാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ കുഡ് ഹാവ് സെർച്ച്ഡ് ഫോർ ദിസ്, ലൈക്ക് അതായത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ 1 കൊല്ലം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു, എനിക്ക് കോഴ്സ് പഠിക്കുമായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷേ ഓവർ കോൺഫിഡൻസ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഹെവി കോമ്പറ്റീഷനാണ് എല്ലാ ഫീൽഡിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നിങ്ങൾക്കുള്ളൊരു റിയാലിറ്റി ചെക്ക് അല്ലെങ്കിൽ ഒരു വേക്കപ്പ് കോളാണ്. ഇഫ് യു ആർ തിങ്കിങ് ഇറ്റ്സ് ഈസി, എന്നെക്കൊണ്ട് പറ്റും, ഇത് ഈസിയാണെന്ന് വിചാരിക്കും, നിങ്ങളോട് പറ്റും, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് ഹാർഡ്. ദ റിയൽ വേൾഡ് ഈസ് വെരി ഹാർഡ്. നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പം ഞാൻ അമ്മേനോട് തമാശയ്ക്ക് പറയും, അമ്മ ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേജിലെത്തി, ഇനി എനിക്ക് ആൾക്കാരോട് പറയാനൊന്നുമില്ല. ഇത്രയും കാലം ഞാൻ പറയുന്നത് നമ്മൾ PG ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയാൻ, പക്ഷേ ഇനി എനിക്ക് പറയാനൊന്നുമില്ല, PG കഴിഞ്ഞു, ഇനി ഞാനിപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. സോ ദാറ്റ് ഈസ് മൈ ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ ഇനി കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് CV അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഞാൻ അടുത്ത റിയാലിറ്റി ചെക്ക് എന്തെങ്കിലും വന്നാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. മൈ മിസ്റ്റേക്സ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, ഫ്യൂച്ചർ ഇൻ യൂട്യൂബ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറേ ആൾക്കാർ ഇതിനെ എതിർക്കും, പക്ഷെ ഞാൻ പറയും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എന്നോട് ആരെങ്കിലും പോയിട്ട്, ഞാനിപ്പോൾ എത്ര കാലമായി ചെയ്യുന്നൊരു ജോലിയാണെങ്കിലും അതൊന്ന് പോയി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ ക്യാൻ നോട്ട് ഡു ദാറ്റ് അൺലെസ് ഇറ്റ്സ് ലൈക്ക് എ വെരി 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 പേഴ്സണൽ ക്രൗഡ്. അതല്ലാണ്ട് എനിക്ക് പറ്റൂല. എനിക്ക് ആങ്സൈറ്റീൻ്റെ മുത്തപ്പൻ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഈ ആങ്സൈറ്റി, ഈ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞാൻ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നോട് കുറേ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു, നീ തുടങ്ങി, എന്നെക്കൊണ്ട് പറ്റും, അങ്ങനെയുള്ള പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക്, നിന്നെക്കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എനിക്ക്. അപ്പോൾ അവപ്പോഴൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങാത്ത ഇത് വിചാരിച്ചിട്ടാണ്. ഞാൻ വിചാരിക്കും, അയ്യോ ആൾക്കാരെന്താ വിചാരിക്കുക, ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ മോശം വിചാരിക്കുമോ, എന്നെ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെ ഞാൻ വിചാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ തുടങ്ങാഞ്ഞത്. പിന്നെ നല്ലൊരു പുഷ് കിട്ടി. പിന്നെ ഞാൻ തുടങ്ങേണ്ട താമസം, എനിക്ക് അത്രയും സപ്പോർട്ടായിരുന്നു കിട്ടിയത്. ഐ എം വെരി ലക്കി. ഓക്കെ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറ്റുന്നതും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും. എനിക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട് യൂട്യൂബിൽ. ഞാൻ ഈ ചില യൂട്യൂബേഴ്സിനെ കാണും, ദേ ഹാവ് എ ഫാമിലി ഇൻ യൂട്യൂബ്. അതായത് അവർ കൊമൻസിലൂടെ ചാറ്റ് ചെയ്യും, സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു 11K+ സബ്സ്ക്രൈബേഴ്സായി, പക്ഷേ എനിക്കതായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വ്ളോഗ്സിലൂടെയാണ് അങ്ങനെ ആവുകയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ യൂട്യൂബ് ഒരു പ്രൊഫഷനാക്കി എടുക്കുമോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. എനിക്കൊരു പാഷനായിട്ട് എൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകാനാണ് താല്പര്യം. അതേപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ ജോബിൽ പോയാലും ഞാൻ പുറത്ത് പോയി സെറ്റിൽ ആയാലൊക്കെ എനിക്കിതൊരു ചെറിയൊരു പാഷനായിട്ട് സൈഡിൽ കൂടെ വീക്ക്ലി 3 വീഡിയോസൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് കൊണ്ടുപോകുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ദാറ്റ്സ് മൈ പ്ലാൻ. അപ്പം അത്രയൊക്കെയുള്ളൂ. കുറേ കാലമായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് ആരും വിചാരിക്കേണ്ട. എനിക്ക് DMs വരാറുണ്ട്, കമൻറ്റ്സ് വരാറുണ്ട്, ചേച്ചി ഇനി എന്താ ചെയ്യുന്നതെന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ എന്നെ കുറച്ച് കൊല്ലങ്ങളായിട്ട് അറിയുന്ന കുറേ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ തുടങ്ങിയ സമയത്ത് ഞാൻ അറിയുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ ഇഷ്ടമുണ്ടാവും. എനിക്കിപ്പം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാൾ ഓക്കെ എന്ത് ചെയ്തെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഇത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വേക്കപ്പ് കോൾ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ആകാം, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഒരു ഗുണം നിങ്ങൾക്കിതിൽ നിന്ന് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.